വെൽക്കം ഓൾ. സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിങ്ങിനെ പറ്റിയാണ് ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ കണ്ടൻറ്റ്സ്: ഇൻട്രൊഡക്ഷൻ, ക്ലാസിഫിക്കേഷൻ, ഹൈഡ്രോഡൈനാമിക് തിയറി, ടേംസ് യൂസ്ഡ് ഇൻ ജേർണൽ ബിയറിംഗ്, ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, ക്രിട്ടിക്കൽ പ്രഷർ, സോർഫെൽ നമ്പർ, ഹീറ്റ് ജനറേറ്റഡ് ഇൻ ജേർണൽ ബിയറിംഗ് ആൻഡ് എ ഡിസൈൻ പ്രോബ്ലം. അപ്പോൾ ആദ്യമേ നമുക്ക് ബിയറിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ബിയറിംഗ് നമുക്കറിയാം, ഇറ്റ്സ് എ മെഷീൻ എലമെൻ്റ് അല്ലേ. മെഷീൻ എലമെൻറ്റ് വിച്ച് സപ്പോർട്ട് അനദർ മൂവിങ് മെഷീൻ എലമെൻറ്റ് അല്ലെങ്കിൽ ജേർണൽ. ബിയറിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അനദർ മൂവിങ് മെഷീൻ എലമെൻറ്റ് അല്ലെങ്കിൽ ജേർണലിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ബിയറിങ്ങിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ജേർണലിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ജേർണൽ ഈസ് മൂവിങ് മെഷീൻ എലമെൻ്റ് ആണ് ജേർണൽ. സോ ഈ ബിയറിംഗ് അല്ലെങ്കിൽ ഈ ഫിക്സഡ് എലമെൻറ്റിനും മൂവിങ് എലമെൻറ്റിനും ഇടയ്ക്ക് എന്ത് കൊണ്ടുവരുന്നുണ്ട്? അത് റിലേറ്റീവ് മോഷൻ കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് എന്താണ് പ്രത്യേകത? ഈ ജേർണൽ എന്ത് ക്യാരി ചെയ്യുന്നുണ്ട്? ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിയറിംഗ് നോക്കാം. നേച്ചർ ഓഫ് കോണ്ടാക്റ്റ് വെച്ചിട്ട് പൊതുവെ ബിയറിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് റോളിംഗ് കോണ്ടാക്ട് ബിയറിംഗ്, രണ്ടെന്താണ് സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിംഗ്. അപ്പോൾ ഇൻ കേസ് ഓഫ് റോളിംഗ് കോണ്ടാക്ട് ബിയറിംഗ്, മൂവിങ് എലമെൻറ്റിനും ഫിക്സഡ് എലമെൻറ്റിനും ഇടയ്ക്ക് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? ബോൾസ് അല്ലെങ്കിൽ റോളേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ ബോൾസ് ഒരു റോളിംഗ് ഫ്രിക്ഷൻ കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ റോളിംഗ് മൂവ്മെൻ്റ് ആണ് ഈ റോളിംഗ് കോണ്ടാക്ട് ബിയറിങ്ങിൽ ഉണ്ടാകുന്നത്. സോ ഇൻ കേസ് ഓഫ് സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിംഗ് ഫിഗറിൽ നോക്കി അറിയാൻ പറ്റും, ഫിക്സഡ് എലമെൻറ്റിനും മൂവിങ് എലമെൻറ്റിനും ഇടയ്ക്ക് എന്താണ് ഉണ്ടാകുന്നത്? ഒരു സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ് ഉണ്ടാകുന്നത്. സോ ഈ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് നമ്മൾ അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യും? ലൂബ്രിക്കൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതാണ് മെയിൻ. റോളേഴ്സ് ഓർ ബോൾസ് ഓഫർ റോളിംഗ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഫിക്സഡ് കമ്പോണൻറ്റ് ആൻഡ് മൂവിങ് കമ്പോണൻറ്റ് ഇൻ കേസ് ഓഫ് റോളിംഗ് കോണ്ടാക്ട് ബിയറിംഗ്. And in case of sliding contact bearing, sliding takes place along the surface of contact and lubricants are used in between journal and the bearing. ഈ റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ മൂവിങ് എലമെൻറ്റ് നമ്മൾ എന്ത് പറയും? ജേർണൽ എന്ന് പറയും. ആൻഡ് ഈ ഫിക്സഡ് എലമെൻ്റ് ആണ് നമ്മുടെ ബിയറിംഗ്. അപ്പോൾ അതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് കോണ്ടാക്റ്റ്. ഇത് നമുക്ക് സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിങ്ങിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ഒന്നാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ബിയറിംഗ്. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്താണ് വരുന്നത്? ഹൈഡ്രോഡൈനാമിക് ബിയറിംഗ്. അപ്പോൾ ഇൻ കേസ് ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് ബിയറിംഗ് എന്താണ്? ഇറ്റ്സ് എൻ എക്സ്റ്റേണലി പ്രഷറൈസ്ഡ് ലൂബ്രിക്കേറ്റിംഗ് ബിയറിംഗ്. അത് എക്സ്റ്റേണലി പ്രഷറൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പുറത്ത് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഒരു പമ്പ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അല്ലെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ പമ്പ്. ആ പമ്പ് കൊണ്ട് പ്രഷറൈസ് ചെയ്ത ലൂബ്രിക്കൻ്റ് നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മുടെ ഗ്യാപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ മൂവിങ് എലമെൻറ്റ് ഫിക്സഡ് എലമെൻറ്റിലേക്ക് ഇടയ്ക്കേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ലൂബ്രിക്കൻ്റ് പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രഷറൈസർ ലൂബ്രിക്കൻ്റ് ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് ദ ലോഡ്. അങ്ങനെ ലോഡ് വിസ്റ്റാൻഡ് ചെയ്യുന്നതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ബിയറിംഗ്. സോ അത് ഹൈ പ്രിസിഷൻ വർക്കിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻസിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ബിയറിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക്കിൻ്റെ ബിയറിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? അത് റിലേറ്റീവ്ലി എന്താണ് RPM ലോ സ്പീഡ് ആപ്ലിക്കേഷനിലാണ് യൂസ് ചെയ്യുന്നത്? ഹൈഡ്രോസ്റ്റാറ്റിക് ബിയറിംഗ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ഹൈ എക്സ്റ്റേണലി പ്രഷറൈസ്ഡ് ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ഹൈ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി അറ്റ് ലോ സ്പീഡ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എവിടെയാണുള്ളത്? വെർട്ടിക്കൽ ടർബോ ജനറേറ്റർ. അപ്പോൾ ഇൻ കേസ് ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് ബിയറിംഗ് വി യൂസ് ആൻ എക്സ്റ്റേണൽ പമ്പ് യൂസ് ചെയ്തിട്ട് എന്താണ്? പ്രഷറൈസർ ലൂബ്രിക്കൻ്റ് കണ്ടിന്യൂസ്ലി നമ്മൾ ഗ്യാപ്പിലേക്ക്, അതായത് ഗ്യാപ്പ് ബിറ്റ്വീൻ ഫിക്സഡ് എലമെൻറ്റ് ആൻഡ് മൂവിങ് എലമെൻറ്റ് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് ദ ലോഡ് ഈസ് വിസ്റ്റാൻഡഡ് ബൈ ദിസ് എക്സ്റ്റേണലി പ്രഷറൈസ്ഡ് ലൂബ്രിക്കൻ്റ് ഇൻ കേസ് ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് ബിയറിംഗ്. ബട്ട് ഇൻ കേസ് ഓഫ് ഹൈഡ്രോഡൈനാമിക് ബിയറിംഗ് എന്താണ്? നമ്മുടെ ദർ ഈസ് നോ എക്സ്റ്റേണൽ പമ്പിംഗ് വർക്ക്. അവിടെ എക്സ്റ്റേണൽ പമ്പിംഗ് വർക്ക് ഇല്ല ഇൻ കേസ് ഓഫ് ഹൈഡ്രോഡൈനാമിക് ബിയറിംഗ്. അതിൻ്റെ മറ്റൊരു പേരെന്താണ്? തിക്ക് ഫിലിം ബിയറിംഗ് എന്ന് പറയും. പിന്നീട് എന്താണ് അത് യൂസ് ചെയ്യുന്നത്? ഇവിടെ ഹൈ RPM ലോഡ് കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹൈഡ്രോഡൈനാമിക് ബിയറിംഗ് യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് IC എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടറൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? ഹൈഡ്രോഡൈനാമിക് ബിയറിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ലൂബ്രിക്കൻ്റ് എക്സ്റ്റേണൽ പ്രഷറൈസേഷൻ ഇല്ല. ദ ലൂബ്രിക്കൻ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻസൈഡ് ദ ബിയറിംഗ്. ബിയറിങ്ങിനകത്ത് തന്നെയാണ് നമ്മൾ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? ലൂബ്രിക്കൻ്റ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ആൻഡ് എങ്ങനെയാണ് അവിടെ ലോഡ് വിസ്റ്റാൻഡ് ചെയ്യുന്നത്? ആ ലൂബ്രിക്കൻ്റിലുണ്ടാകുന്ന പ്രഷറൈസ് കൊണ്ടാണ് അല്ലെങ്കിൽ ആ തിക്ക് ഫിലിം ഓഫ് ലൂബ്രിക്കൻ്റിൽ ഒരു പ്രഷറൈസ് ഉണ്ടാകുന്നുണ്ട്. ആ പ്രഷറാണ് വിസ്റ്റാൻഡ് ചെയ്യുന്നത്? നമ്മുടെ ജേർണലിലുള്ള ലോഡിനെ വിസ്റ്റാൻഡ് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് ഹൈഡ്രോഡൈനാമിക് ബിയറിംഗ്. ഇനി നമുക്ക് എന്താണ് ജേർണൽ ബിയറിംഗ് നോക്കാം. അപ്പോൾ ജേർണൽ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ
ഹൈഡ്രോഡൈനാമിക് ബിയറിംഗ് അല്ലെങ്കിൽ സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിംഗ് ആണ്. അതിലെന്താണ് വിസ്റ്റാൻഡ് ചെയ്യുന്നത്? റേഡിയൽ ലോഡാണ് വിസ്റ്റാൻഡ് ചെയ്യുന്നത്. പിന്നീട് ആ സ്ലൈഡിംഗ് എങ്ങനെ ഉണ്ടാകുന്നുണ്ട്? സ്ലൈഡിംഗ് ഒക്കെ എലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. ഇവിടെ ബിയറിങ്ങിൻ്റെ ഇൻസൈഡ് എന്താണ്? ഒരു സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ, അല്ലെങ്കിൽ എന്താണ് 360 ഡിഗ്രിയിലാണ് അല്ലേ. അപ്പോൾ ഈ സർക്കംഫറൻസിൽ എലോങ് ആണ് സ്ലൈഡിംഗ് ഉണ്ടാകുന്നത്. അതുമാത്രമല്ല നമ്മുടെ ജേർണൽ എന്താണ് വിസ്റ്റാൻഡ് ചെയ്യുന്നത്? ഒരു റേഡിയൽ ലോഡ് അല്ലേ, എലോങ് റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ബിയറിങ്ങിനെ നമ്മൾ എന്ത് പറയും? ജേർണൽ ബിയറിംഗ് എന്ന് പറയും. ആൻഡ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ് 360 ഡിഗ്രി. അതായത് ഫുൾ സർക്കംഫറൻസ് ഉണ്ടെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് 360 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഫുൾ ജേർണൽ ബിയറിംഗ് എന്ന് പറയും. അപ്പം ഇത് ഓർക്കുക, ഇൻ കേസ് ഓഫ് ഫുൾ ജേർണൽ ബിയറിംഗ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ് എത്ര? 360 ഡിഗ്രി. ആൻഡ് ദ നേച്ചർ ഓഫ് ലോഡ് ഇൻ കേസ് ഓഫ് ജേർണൽ ബിയറിംഗ് ഈസ് റേഡിയൽ. ജേർണൽ ബിയറിങ്ങിലെ കുറച്ച് ഡയമെൻഷൻസ് നമുക്ക് നോക്കാം. ഈ സ്മോൾ ഡി എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ജേർണൽ അല്ലേ, അല്ലെങ്കിൽ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ നമ്മൾ എന്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു? സ്മോൾ ഡി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അത് എല്ലാം MM-ലാണ്. ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ MM. ആൻഡ് ക്യാപിറ്റൽ ഡി റെപ്രസെൻറ്റ്സ് വാട്ട്? ദ ഡയമീറ്റർ ഓഫ് ദ ബിയറിംഗ് അല്ലേ. ബിയറിങ്ങിൻ്റെ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആൻഡ് L കണ്ടോ, L എന്താണ്? ലെങ്ത് ഓഫ് ബിയറിംഗ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ജേർണൽ കണ്ടെയ്ൻഡ് ഇൻസൈഡ് ദ ബിയറിംഗ് നമ്മൾ എന്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സ്മോൾ L കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഡയമട്രൽ ക്ലിയറൻസ് എന്നൊരു ടേം കൊണ്ടുവരാം അല്ലേ. ഡയമട്രൽ ക്ലിയറൻസ് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? C1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഡയമട്രൽ ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ക്യാപിറ്റൽ ഡി, അതായത് ബിയറിംഗ് ഡയമീറ്റർ മൈനസ് ജേർണൽ ഡയമീറ്റർ ആയിരിക്കും ഡയമട്രൽ ക്ലിയറൻസ് അല്ലേ. അത് ക്ലിയറൻസ് ആണ്. ഈ ഡയമീറ്ററുകൾക്കിടയ്ക്കുള്ള ക്ലിയറൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയമട്രൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് വേറൊരു ടേം പറയാം. എന്ത്? റേഡിയൽ ക്ലിയറൻസ് പറയാം. റേഡിയൽ ക്ലിയറൻസ് അപ്പോൾ എന്തായിരിക്കും? ബിയറിങ്ങിൻ്റെ റേഡിയസ് മൈനസ് ജേർണലിൻ്റെ അല്ലെങ്കിൽ ഷാഫ്റ്റിൻ്റെ റേഡിയസ് ആയിരിക്കും എന്ത്? റേഡിയൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഈ റേഡിയൽ ക്ലിയറൻസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ c കൊണ്ടാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ്. ഇൻ കേസ് ഓഫ് ജേർണൽ ബിയറിങ്ങിൻ്റെ ഡിസൈനിൽ വളരെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ് എന്ത്? റേഡിയൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയൽ ക്ലിയറൻസ് എങ്ങനെ പറയാൻ പറ്റും? ക്യാപിറ്റൽ R അല്ലെങ്കിൽ ബിയറിങ്ങിൻ്റെ റേഡിയസ് മൈനസ് ജേർണലിൻ്റെ റേഡിയസ് ആണെന്ത്? റേഡിയൽ ക്ലിയറൻസ് അല്ലേ. റേഡിയൽ ക്ലിയറൻസ്. അപ്പോൾ വേറൊരു ടൈം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഡയമട്രൽ ക്ലിയറൻസിൻ്റെ പകുതിയായിരിക്കും എന്ത്? റേഡിയൽ ക്ലിയറൻസ്. അങ്ങനെ ഒരു റിലേഷൻ കൊണ്ടുവരാം. അതായത് C ഈസ് ഈക്വൽ ടു വാട്ട്? C1/2. പിന്നീട് വേറെ ബിയറിങ്ങിന് വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട്? L/D റേഷ്യോ. അപ്പോൾ എന്താണ് L/D റേഷ്യോ? L എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് ബിയറിംഗ്. D എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്റർ ഓഫ് ജേർണൽ. സോ ഇഫ് L/D റേഷ്യോ ഈസ് ഗ്രേറ്റർ ദാൻ 1, അതായത് ലെങ്ത് ഡയമീറ്ററിനേക്കാളും കൂടുതലായിരിക്കുമ്പോൾ അല്ലേ, അതിനെന്ത് പറയാൻ പറ്റും? ലോങ് ബിയറിംഗ് എന്ന് പറയാൻ പറ്റും. ആൻഡ് ഇഫ് L/D റേഷ്യോ ഇസ് ലെസ് ദാൻ 1 ഇറ്റ് ഈസ് ടേംഡ് ആസ് എന്താണ്? ഷോർട്ട് ബിയറിംഗ്. ആൻഡ് L=D അല്ലെങ്കിൽ L/D = 1 ആണെങ്കിൽ അതെന്താണ്? സ്ക്വയർ ബിയറിംഗ് ആണ്. പിന്നീട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ പൊതുവേ L/D വാല്യൂ എന്തിനിടയ്ക്ക് കീപ്പ് ചെയ്യും? ബിറ്റ്വീൻ 1 and 2. അതായത് ഇപ്പോൾ L/D റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നത്? ഈ ഷാഫ്റ്റിൻ്റെ ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഷാഫ്റ്റിൻ്റെ ലെങ്ത് കൂടുതലാകുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ബാലൻസിങ് പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ആകുമ്പോൾ എന്താ പറ്റുന്നത്? ഈ ഷാഫ്റ്റിൻ്റെ നീളം കുറയും. സോ ദർ ഇസ് എ ചാൻസ് ഫോർ സൈഡ് ലീക്കേജസ്. സോ ദ റേഷ്യോ ഇസ് കെപ്റ്റ് ബിറ്റ്വീൻ വാട്ട്? 1 and 2. സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിങ്ങിൻ്റെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി എബിലിറ്റി എല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഹൈഡ്രോഡൈനാമിക് തിയറി ഓഫ് ലൂബ്രിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഹൈഡ്രോഡൈനാമിക് തിയറിയിലുള്ള ഇമ്പോർട്ടൻറ്റ് അസംഷൻസ് എന്താണെന്ന് നോക്കാം. തിക്ക് ഫിലിം ഓഫ് ലൂബ്രിക്കൻറ്റ് സെപ്പറേറ്റ്സ് ജേർണൽ ആൻഡ് ദ ബിയറിംഗ്. അതായത് ഇവിടെ ജേർണലിനും ബിയറിങ്ങിനോടൊക്കെ എന്തുണ്ട്? ഒരു തിക്ക് ഫിലിം ഓഫ് ലൂബ്രിക്കൻറ്റ് ഈസ് പ്രസൻറ്റ് അല്ലേ. അപ്പോൾ അടുത്ത അസംഷൻ എന്താണ്? ജേർണൽ റൊട്ടേറ്റ്സ് അറ്റ് ആൻ എക്സെൻട്രിക് ആക്സിസ് ടു ദ ബിയറിംഗ് ആക്സിസ്. നമുക്കറിയാം ഇവിടെ ലോഡ് ക്യാരി ചെയ്യുന്നത് കൊണ്ട് തന്നെ ജേർണൽ എന്താണ്? ഒരു എക്സെൻട്രിക് ആക്സിസിലാണ്. ജേർണൽ റൊട്ടേറ്റ് ചെയ്യുന്നത് എബൌട്ട് ദിസ് സെൻറ്റർ പോയിൻ്റ് അല്ലെങ്കിൽ ഈ സെൻറ്റർ ആക്സിസ് വെച്ചിട്ടാണ്. ബട്ട് ബിയറിങ്ങിൻ്റെ സെൻറ്റർ പോയിൻ്റ് നമുക്കറിയാം ഇതാണ്. സോ ജേർണൽ റൊട്ടേറ്റ്സ് ആൻ എക്സെൻട്രിക് ആക്സിസ്. ബിയറിംഗ് ആക്സിസിൽ നിന്നും ഒരു എക്സെൻട്രിക് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു എക്സെൻട്രിസിറ്റിയിൽ ഉള്ള ഒരു ആക്സിസിലാണ് എന്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്? ജേർണൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ W കാണിച്ചിരിക്കുന്നത് ലോഡ് ആക്ടിങ് അലോങ് സെൻറ്റർ ലൈൻ ഓഫ് ജേർണലാണ് കാണിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ റേഡിയൽ നേച്ചറാണ് ലോഡിന്. പിന്നീട് അടുത്തത് എന്താണ്? ഫ്ലൂയിഡ് പ്രഷർ ഈസ് ഡെവലപ്ഡ് ഇൻ ദ ക്ലിയറൻസ് സ്പേസ് ബിറ്റ്വീൻ ദ ബിയറിംഗ് ആൻഡ് ജേർണൽ. അപ്പോൾ എന്താണ്? ബിയറിങ്ങിനും ജേർണലിനും ഇടയ്ക്ക് എന്തുണ്ട്? ക്ലിയറൻസ് സ്പേസ് ഉണ്ടല്ലേ. ഇപ്പോൾ മാക്സിമം ലോഡ് ഉള്ള കേസ് ആണെങ്കിൽ പോലും ദർ വിൽ ബി എ ക്ലിയറൻസ് സ്പേസ് ബിറ്റ്വീൻ ദിസ് ജേർണൽ ആൻഡ് ദിസ് ബിയറിംഗ്. അപ്പോൾ ആ ക്ലിയറൻസ് സ്പേസിൽ നമുക്കറിയാം എന്തുണ്ട്? ലൂബ്രിക്കൻ്റ് ഫിൽ ചെയ്തിട്ടുണ്ട്. സോ ദ ലോഡ്
ഓൺ ദ ജേർണലി സപ്പോർട്ടഡ് ബൈ ദിസ് ഫ്ലൂയിഡ് പ്രഷർ. അപ്പോൾ ഈ ക്ലിയറൻസ് സ്പേസിലുള്ള ലൂബ്രിക്കൻ്റ് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്, ഈ ഷാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ ജേർണലിൻ്റെ മേളിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രഷറാണ് വിസ്റ്റാൻഡ് ചെയ്യുന്നത്, ഈ ലോഡ് അല്ലെങ്കിൽ ഈ ജേർണലിലുള്ള ലോഡ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ പ്രഷറാണ്, ഈ ഫ്ലൂയിഡ് പ്രഷറാണ്. അപ്പോൾ ഇത് പിന്നീട് പ്രഷർ എറൈസസ് ഫ്രം, അതായത് ഹൈഡ്രോഡൈനാമിക് തിയറി വെച്ചിട്ട് 2 തരത്തിൽ പ്രഷർ എറൈസ് ചെയ്യാം. അതായത് ഈ ഫ്ലൂയിഡിൽ 2 തരത്തിലാണ് പ്രഷർ ഉണ്ടാകുന്നത്. ഒന്ന് വെഡ്ജ് ഫിലിം ലൂബ്രിക്കേഷൻ, രണ്ടാമത്തെ ടൈപ്പ് സ്ക്വീസ് ഫിലിം ലൂബ്രിക്കേഷൻ. അപ്പോൾ നമുക്ക് വെഡ്ജ് ഫിലിം ലൂബ്രിക്കേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫിഗറിൽ ശ്രദ്ധിക്കുക, ഒരു ജേർണൽ റെസ്റ്റ് ചെയ്യുകയാണ് അല്ലേ, അതിൽ RPM ഒന്നുമില്ല, 0 RPM ആണ്. ഈ റെസ്റ്റ് ചെയ്യുന്ന കേസിൽ നമുക്കറിയാം അതെന്താണ്, ഇറ്റ് സപ്പോർട്ട് ലോഡ്, ഒരു ലോഡ് W ആക്ട് ചെയ്യുന്നുണ്ട് ആ ജേർണലിൽ. സോ അവിടെ ഇത് റെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ, റെസ്റ്റിലാകുമ്പോൾ തന്നെ ബിയറിങ്ങും ജേർണലും തമ്മിൽ ഒരു മെറ്റൽ ടു മെറ്റൽ കോൺടാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ആ മെറ്റൽ ടു മെറ്റൽ കോൺടാക്റ്റാണ് ഇവിടെ A. പിന്നീട് ഒരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതായത് ഈ മെറ്റൽ ടു മെറ്റൽ കോൺടാക്റ്റ് ഉണ്ടാകുന്ന പോയിൻ്റ് എവിടെ ആയിരിക്കും, നമ്മുടെ W-ൻ്റെ അതേ ലൈൻ ഓഫ് ആക്ഷനിലായിരിക്കും അല്ലേ. അതായത് ഈ W ആക്ട് ചെയ്യുന്ന അതേ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെയാണ് ഈ പോയിൻ്റ് A വരുന്നത്. സോ ഈ ഇവിടെ W-ന് ഒപ്പോസ് ചെയ്ത് ഇവിടെ എന്താകുന്നുണ്ട്, ഒരു റിയാക്റ്റീവ് ഫോഴ്സ്, ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഈ RN കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഇൻ ദ കേസ് വെൻ ദ ജേർണൽ ഈസ് അറ്റ് റെസ്റ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, അടുത്ത കേസിൽ നമ്മൾ ഈ റെസ്റ്റ് ആയിട്ടുള്ള ജേർണലിലോട്ട് നമ്മളൊരു കൊടുക്കുന്നുണ്ട്, ഒരു സ്ലോ RPM-ൽ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കൊടുത്തു. അതായത് റെസ്റ്റിലായിരുന്നുള്ള ജേർണൽ റെസ്റ്റിലായിരുന്ന ജേർണലിൽ നമ്മളൊരു ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കൊടുത്തു എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നത്, പെട്ടെന്ന് ഈ ജേർണൽ ഈസ് പുഷ്ഡ്, ദിസ് ലൂബ്രിക്കൻ പുഷസ് ദ ജേർണൽ ടു ദ ലെഫ്റ്റ് സൈഡ് അല്ലേ. ഈ ജേർണൽ എങ്ങോട്ട് പുഷ് ചെയ്തു, ലെഫ്റ്റ് സൈഡിലേക്ക് ഇത് പുഷ് ചെയ്തു. സോ ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് ചേഞ്ചസ് ഫ്രം A to B. പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് എവിടെ നിന്ന് എങ്ങോട്ടായി, എയിലായിരുന്ന പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് ഇങ്ങോട്ടായി. അപ്പോൾ ഇവിടെ എന്തായി, ഒരു സ്ലൈഡിങ് ഉണ്ടായി അല്ലേ. A to B എവിടെ ഒരു സ്ലൈഡിങ് ഉണ്ടായി. പിന്നീട് ഈ ഒരു ഇടയ്ക്കായിട്ട് ഒരു തിൻ ഫിലിം ഓഫ് ലൂബ്രിക്കൻ മേ ബി പ്രസൻറ്റ്, ബട്ട് ദർ ഈസ് എ പാർഷ്യൽ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് occurs between bearing and the journal at this point. അതോടൊപ്പം തന്നെ നമുക്ക് എന്തറിയാം, it is rotating in anti-clockwise direction and while carrying the load. അപ്പോൾ നമുക്കിവിടെ പറ്റും, നമുക്കിവിടെ ഒരു ആംഗിൾ ഉണ്ടല്ലേ, അതായത് ആദ്യത്തെ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് അവിടെ നിന്ന് സ്ലൈഡ് ചെയ്താണ് അത് ബിയിലേക്ക് എത്തിയത്, ആൻഡ് ഇറ്റ് ഇസ് റൊട്ടേറ്റിംഗ്. സോ ദർ ഇസ് ആൻ ആംഗിൾ ഓഫ് കോണ്ടാക്ട് AOB. ഇറ്റ് വിൽ ബി ദ ആംഗിൾ ഓഫ് സ്ലൈഡിങ് ഫ്രിക്ഷൻ. അപ്പോൾ ഇതിനിടയ്ക്ക് എന്തുണ്ടാകുന്നുണ്ട്, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഡ്യൂ ടു ദ റൊട്ടേഷൻ അല്ലേ. അപ്പോൾ ഈ ലൂബ്രിക്കൻ്റ് ഇതിനെ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്തു. സ്റ്റേജ് 3 നമുക്ക് നോക്കാം. അതായത് ഇവിടെ ലോ RPM ആയിരുന്നു, നമ്മൾ എന്ത് ചെയ്തു, പിന്നെ RPM കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്തു. RPM ഇൻക്രീസ് ചെയ്തൊരു പർട്ടിക്കുലർ വാല്യൂ ആകുമ്പോൾ എന്ത് പറ്റും, ഈ ജേർണൽ ഒരു ക്ലൈംബിംഗ് നേച്ചർ കാണിക്കും. അതായത് ഈ ലൂബ്രിക്കനിലോട്ട് ഒരു ക്ലൈംബിംഗ് നേച്ചർ കാണിക്കും. അപ്പോൾ എന്താ പറ്റുന്നത്, അത് വീണ്ടും എങ്ങോട്ട് ടിൽറ്റ് ചെയ്യും, ഈ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് അത് ഷിഫ്റ്റായി അല്ലേ. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആകുന്നതോടൊപ്പം തന്നെ എന്താ പറ്റുന്നത്, ദർ വിൽ ബി ഈ ക്ലിയറൻസ് സ്പേസ് കൂടി വരുന്നുണ്ട്, അല്ലെങ്കിൽ തിക്നെസ്, ഇവിടെയുള്ള ക്ലിയറൻസ് സ്പേസ് കൂടി വരുന്നു, അല്ലെങ്കിൽ തിക്നെസ് ഓഫ് ഫിലിം കൂടി വരുന്നുണ്ട്. അത് തിക്നെസ് ഓഫ് ഫിലിം കൂടി വരുന്നതോടൊപ്പം തന്നെ എന്ത് പറ്റുന്നുണ്ട്, ഇതിൻ്റെ RPM കൂടുന്നു. RPM കൂടുമ്പോൾ തന്നെ നമ്മുടെ ജേർണൽ എന്തുണ്ടായി, ഒരു അപ്ലിഫ്റ്റ് ഉണ്ടായി അല്ലേ, അപ്ലിഫ്റ്റ് ഉണ്ടായി. പിന്നീട് നമുക്ക് ഒബ്സർവ് ചെയ്താൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും, എന്താണ്, അതായത് ഈ D തൊട്ട് C വരെയുള്ള നേച്ചർ നോക്കുക. അതായത് ഫ്ലൂയിഡ് ഫിലിമിൻ്റെ നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഫ്ലൂയിഡ് ഫിലിം കണ്ടിന്യൂസ്ലി കൺവേർജിങ് ഫ്രം D to C. സോ ഈ കൺവേർജ്ഡ് ഫ്ലൂയിഡ് ഫിലിമിനാണ് നമ്മളെന്ത് പറയുന്നത്, വെഡ്ജ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഫ്ലൂയിഡ് ഫിലിം കൺവേർജ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ കുറയുന്നതനുസരിച്ച് എന്താ പറ്റുന്നത്, അവിടെ പ്രഷറിൻ്റെ വാല്യൂ കൂടി വരും. അതായത് ഏരിയ കുറയുന്നതനുസരിച്ച് ഈ ഫ്ലൂയിഡ് ഫിലിം നമ്മുടെ ജേർണലിൽ എക്സർട്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ വാല്യൂ കൂടി വരും. ഫ്രം D to C there is a converging nature of the lubricant film, and this converging lubricant film causes positive pressure rise. അല്ലെങ്കിൽ ഈ പോസിറ്റീവ് പ്രഷർ റൈസ് ആണ് നമ്മൾ എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മുടെ ലോഡിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വെഡ്ജ് ഫിലിം ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. ദർ ഇസ് എ വെഡ്ജിങ് ഫ്രം D to C, ആൻഡ് ഈ ഏരിയ കുറയുന്നതനുസരിച്ച് നമ്മുടെ പ്രഷർ എന്താ ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. ഏരിയ കുറയുന്നതനുസരിച്ച് പ്രഷർ കൂടി വരുന്നു. സോ ദർ ഇസ് എ പോസിറ്റീവ് പ്രഷർ റൈസ് ഫ്രം ദിസ് പോയിൻറ്റ് ടു ദിസ് പോയിൻറ്റ്. പ്രഷർ കണ്ടിന്യൂസ്ലി ഇൻക്രീസസ് ആൻഡ് സപ്പോർട്ട്സ് ദ റൊട്ടേറ്റിംഗ് ലോഡ്. ഇനി എന്താണ് സ്ക്വീസ് ഫിലിം ലൂബ്രിക്കേഷൻ എന്ന് നോക്കാം.
ദ റെസിസ്റ്റൻസ് ഓഫ് എ വിസ്കസ് ഫ്ലൂയിഡ് ടു ബീയിങ് പുഷ്ഡ് അറൗണ്ട്. അതാണ് എന്താ പറയുന്നത്, സ്ക്വീസ് ഫിലിം ലൂബ്രിക്കേഷൻ്റെ പ്രിൻസിപ്പിൾ അതാണ്. അതായത് ഇപ്പോൾ വെയിറ്റ് ക്യാരിങ് സർഫസസ്, ഇപ്പോൾ നോക്കി ഈ സർഫസിന് ഫിക്സഡ് പ്ലേറ്റിന് നോർമലായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ, അതായത് വെയിറ്റ് ക്യാരി ചെയ്തുകൊണ്ട് തന്നെ ഇതിങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് എന്തുണ്ട്, ലൂബ്രിക്കൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ലൂബ്രിക്കൻ്റ് ടെൻഡൻസി എന്താണ്, ഈ മൂവിങ് പ്ലേറ്റ് ബിറ്റ്വീൻ ദ മൂവിങ് പ്ലേറ്റ് ആൻഡ് ഫിക്സഡ് പ്ലേറ്റ് ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു എന്താണ്, പുഷ്ഡ് അറൗണ്ട്, ഇങ്ങോട്ട് ഈ രണ്ട് ഡയറക്ഷനോട്ട് ഇത് പുഷ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ സ്ക്വീസിങ് ഉണ്ടാകുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ വിസ്കോസിറ്റി കൂടുന്നതനുസരിച്ച് എന്ത് പറ്റുന്നുണ്ട്, ഇതിന് കൂടുതൽ നേരം ഈ ലോഡിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ലെസ് വിസ്കസ് ആണെന്നുണ്ടെങ്കിൽ ഇതെന്ത് പറ്റും, പെട്ടെന്ന് പുഷ് ചെയ്ത് പുറത്തോട്ട് പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വിസ്കോസിറ്റി കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് പറ്റും, സ്ക്വീസ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി കുറയും. സോ ഇറ്റ്സ് ദ റെസിസ്റ്റൻസ് ഓഫ് എ വിസ്കസ് ഫ്ലൂയിഡ് ടു ബീയിങ് പുഷ്ഡ് അറൗണ്ട്. അതാണ് നമ്മൾ എന്തിൻ്റെ പ്രിൻസിപ്പിൾ, സ്ക്വീസ് ഫിലിം ലൂബ്രിക്കേഷൻ്റെ പ്രിൻസിപ്പിൾ. നമുക്ക് അപ്പോൾ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഹൈ ലോഡ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ. അതാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്ക്വീസ് ഫിലിം ലൂബ്രിക്കേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ കാണാം നോർമലായിട്ട് സർഫസ് മൂവ് ചെയ്യുന്നുണ്ട്, പ്രഷർ റൈസ് കാണാം, മാക്സിമം പ്രഷർ റൈസ് ഒക്കേഴ്സ് അറ്റ് സെൻറ്റർ ആൻഡ് ടുവേഴ്സ് ദ എഡ്ജസ് എന്താണ് പറ്റുന്നത്, പ്രഷർ റൈസ് കുറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്ത്, സ്ക്വീസ് ഫിലിം ലൂബ്രിക്കേഷൻ. ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.